സദ്യവട്ടത്തിലേക്ക് സ്വാഗതം. തിരുവോണം അങ്ങ് അടുത്തെത്തിയില്ലേ? അതിൻ്റെ ഒരു ആഘോഷ തിമിർപ്പിലായിരിക്കും. ആ ആഘോഷത്തിലേക്ക് ഇതാ ഞങ്ങളും സദ്യവട്ടത്തിലൂടെ. സദ്യവട്ടത്തിലെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് നമ്പൂതിരി? ഇന്നത്തെ സ്പെഷ്യൽ ആവു പച്ചടി എന്ന് പറയാം. ആവു പച്ചടി എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മളൊരു വേറൊരു സംഭവം കൊടുത്തിരുന്നത്, പൊങ്കിളിമാരുടെ ഒരു വിഭവം കൊടുത്തിരുന്നു. ഇത് പക്ഷേ ഇത് കന്നഡയിലാണെന്നുള്ളതാണ്. ആവു എന്ന് പറയാൻ വെള്ളരിക്കാൻ നടത്താം. വെള്ളരിക്ക പച്ചടി നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന പോലെ അല്ല, അവരുടെ പച്ചടിയുടെ രീതി ഒരുപാട് വ്യത്യാസങ്ങളാണ്. നമ്മൾ സാധാരണ പച്ചടിക്ക് ഒന്നെങ്കിലും മധുരമിട്ട പച്ചടി ആയിരിക്കും, അല്ലെങ്കിൽ തൈരൊഴിച്ച പച്ചടി ആയിരിക്കും. പക്ഷേ ഇവരെ രണ്ടും ഉപയോഗിക്കേണ്ട പുളിയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുളി വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത്. ഇത് പിഴിഞ്ഞ് നല്ലോണം ഇതിൻ്റെ വെള്ളം അരിച്ചെടുത്തിട്ട് പുളി ഒഴിച്ചിട്ടാണ് ഈ പച്ചടി ഉണ്ടാക്കുന്നത്. ഇനി ഇൻഗ്രീഡിയൻസ് ഒരുപാടുണ്ട്. അതായത് ഇതിനുള്ളിൽ 2 കായം ഉണ്ട്, കായം ശർക്കരയുണ്ട്. കാരണം വളരെ നേരിയ തോതിൽ അവരെ ശർക്കര ചേർക്കുന്നതാണ്. ഇതിൻ്റെ കായമുണ്ട്, ശർക്കരയുണ്ട്. പിന്നെ ഒരു വറുത്തിടുന്ന കടുക് താളിക്കാനായിട്ട് എള്ളെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന എള്ളെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കടലപ്പരിപ്പുണ്ട്. ഈ കടലപ്പരിപ്പ് നമ്മൾ ആദ്യം വളരെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം വറുത്തെടുക്കും. ഈ കടലപ്പരിപ്പ് പൊടിച്ചിട്ട് അതിൽ കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ പൊട്ടുകടല, ഈ ചമ്മന്തിക്ക് അരയ്ക്കാനൊക്കെ ഉള്ള അകത്തുള്ള പൊട്ടുകടല, ആ പൊട്ടുകടല വെറുതെ ഈ കൊടുത്തിട്ട് അരച്ച് ചേർത്താലും മതി. അങ്ങനെ അരച്ച് ചേർക്കേണ്ടതാണ്, അത് നല്ലതാണ്. അല്ലേ ചില ഈ കടലപ്പരിപ്പ് എടുത്ത് വറുത്തിട്ട് പിന്നെ അവസാനം നിന്നെടുത്ത് പൊടിച്ച് ചേർത്താൽ മതി. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് തരുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഈ പറഞ്ഞ പോലെ ഉലുവ അല്ല, ഇത് ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകം, കടുക്, ശർക്കര, കായം, പച്ചമുളക്, ചുവന്നമുളക്, 2 മുളകും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ആവു പച്ചടി എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് തുടങ്ങാം. അതെ, ആവു പച്ചടിയിലെ പറഞ്ഞ പോലെ ആദ്യത്തെ പ്രൊസീജിയർ നെയ്യ് ഒഴിക്കുക അല്ലേ? വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പ് വറുത്തെടുക്കാം ചെറിയ തീയിൽ. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് കടലപ്പരിപ്പ് ചെറിയ തീയിൽ നമുക്ക് വറുത്തെടുക്കാം. വളരെ ചെറിയ ക്വാണ്ടിറ്റി. ഇതിപ്പോൾ നമ്മൾ ഇതിലാണ്ട് 1/2 കിലോ വെള്ളരിക്ക എടുത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വെള്ളരിക്ക ഒരു അരക്കപ്പ് അല്ലേ? കടലപ്പരിപ്പിൻ്റെ ആവശ്യം. 1/2 കപ്പ് കടലപ്പരിപ്പ് ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ റോളൊന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ ഇതിൻ്റെ പൊടിച്ച് ചേർക്കാന്നുള്ള മാത്രം, വളരെ ചെറിയ അളവ്. കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പൊട്ടുകടല ഈ കൂട്ടത്തിൽ അരച്ച് ചേർത്താൽ. ഈ ഐറ്റംസ് എല്ലാം കൂടെ കൂടിയിട്ട് നാളികേരവുമായിട്ട് നമ്മൾ ആദ്യം അരച്ചിട്ട് ഇത് വെള്ളരിക്ക വേവിച്ചിട്ട് അതിലേക്ക് ഈ അരച്ച നാളികേരം പുളിവെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് തിളപ്പിച്ച് ആവു പച്ചടി കഴിഞ്ഞു. അപ്പം ഇത് അത്യാവശ്യം ഒക്കെ പെട്ടെന്ന് ആവുമായിരിക്കും അല്ലേ? പെട്ടെന്ന് ചെറിയ തീയിലായോണ്ട് എത്ര നേരം എടുക്കും? കടലപ്പരിപ്പിന് മൂപ്പ് കൂടുതലാണ്, മറ്റ് പരിപ്പിനേക്കാൾ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ നെയ്യിൽ കടലപ്പരിപ്പ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ആ നേരത്ത് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ആവു പച്ചടി, എവിടെയാണ് നമ്പൂതിരി ഇത് ആദ്യം ശ്രദ്ധിച്ചത്? അല്ല, ഇത് കന്നഡ അല്ലെങ്കിൽ കർണാടകക്കാരുടെ ഒരു വിഭവമാണ്. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവിൽ ചെയ്തു തുടങ്ങിയതാണോ അതോ പോയി ഞാനൊരു കുറേ യാത്രയായി വെജിറ്റേറിയൻ വിഭവങ്ങൾ പരിചയപ്പെടാനും പഠിക്കാനും വേണ്ടിയിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ വിഭവങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആവു പച്ചടി, ഞാൻ വെച്ചു എന്തോ ഈ ആവു പച്ചടി ഹിന്ദിയൊക്കെയാണ്. അതെ, കന്നഡ ഭാഷയാണ്. അല്ല, ഇത് നല്ല ബ്രൗൺ ആയിട്ട് വരുമായിരിക്കും അല്ലേ? കുറച്ച് ബ്രൗൺ ആവണം. ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്, കഴിഞ്ഞു. നമുക്കിതിന് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അതിന് വേണ്ടി ഇത് ആറണം. കാരണം ഈ പൊടിച്ചതാണെങ്കിലും ഇത് നമുക്കൊരു അവസാന ഘട്ടത്തിൽ ഇതിലേക്ക് ആവശ്യമുള്ളൂ. നമുക്കിത് വാങ്ങാം.
ഇത് കട്ടിയായിട്ട് വരുമോ അതോ ഗ്രേവി ആയിട്ടായിരിക്കും ഉണ്ടാവുക? ഗ്രേവി കുറവാണ്. ഗ്രേവി കുറവാ അല്ലേ? കട്ടിയാണ്. ഗ്രേവി ആക്കാം. നമ്മൾ പുളിവെള്ളം പിഴിഞ്ഞ് ഒഴിക്കുന്നില്ല. അതാണ് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഞാൻ കൂടുതൽ പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണെങ്കിൽ ഗ്രേവി ആയിട്ട് എടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല. അത് മാറായിരുന്നു മതി. അതെ അതെ. അപ്പോൾ അത് ഏകദേശം നമ്മൾ പൊടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ വെള്ളരിക്ക ഇടുന്നു. വെള്ളരിക്ക ഒന്ന് വെന്ത് കിട്ടണം. പാകത്തിന് ഉപ്പ്. അതെ അതെ. അപ്പം നമ്മൾ വെള്ളരിക്കയും ഉപ്പും ചേർത്തു. അതിനുശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ മഞ്ഞൾപ്പൊടി, കറിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഓ, പക്ഷേ ഇത് അരയ്ക്കുന്ന കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തരയ്ക്കുക അല്ലേ? കുറച്ച് ചെറിയ കഷ്ണം കായ, ശർക്കര, ചെറിയ കഷ്ണം കായമാണ്. കായ. ഓ, അതിലേക്ക് ഇട്ട് അരയ്ക്കുകയാണ് അല്ലേ? എല്ലാം കൂടി ഒന്നിച്ചിട്ട് അരയ്ക്കുകയാണ്. ഓ, അപ്പം നാളികേരത്തിന്റെ കൂടെ ചെറിയ കഷ്ണം കായ, കടുക്, ചെറിയ കഷ്ണം ശർക്കര, അളവിൽ പാകത്തിനുള്ള കടുക് എടുക്കുക, ജീരകം, ചെറിയ ജീരകം എടുക്കുക, അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ പച്ചമുളക്, 2 മുളക് ഇടും. പച്ചമുളക് എടുത്തിട്ടു, പച്ചമുളക് ഇട്ടു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. കാരണം ഒറ്റയടിക്ക് അതൊന്ന് 2 കരിവേപ്പിലയും ഇട്ടു. അരച്ച് ചേർക്കാൻ പറ്റുന്നൊരു കറിയാണ്, പച്ചടിയാണിത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ആ ചേരുവകളൊക്കെ അരച്ച് വരാം. അതെ, കടലപ്പരിപ്പ് പൊടിച്ചിട്ടും വരാം. അപ്പോൾ വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു അവിയലിൻ്റെ ഒക്കെ പോലെ ഇരിക്കണോ? എന്നിട്ട് അവിയലിൻ്റെ കളറ് നമ്മളുടെ ഒരു വിഭവത്തിൻ്റെ കളർ. അങ്ങനെ കളർ കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഇനി കഴിക്കുമ്പോൾ ചിലപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഏകദേശം എന്താ ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അത് വേവായിട്ടുണ്ട്. നമുക്ക് നോക്കാം അടുത്തത് എന്താ ചേർക്കുക. അല്ലേ? ഏകദേശം നല്ലോണം മൂപ്പായിട്ടുണ്ട് അല്ലേ? ശരിക്കും വേവായിട്ടുണ്ട്. നമ്മളിതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം. അപ്പം ഇത് വെന്തതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. ശരിക്കും ഈ ആവു പച്ചടി പോലെ മറ്റെന്ത് വിഭവമാണ് അവർക്കൊരു ഡിഫറൻസ് ആയിട്ട്? ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ? അപ്പൊ അവിടെയൊക്കെ സദ്യ നമുക്ക് ഓർഡർ എടുക്കാറുണ്ടോ അവിടത്തേക്ക്? ഓ, അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഓ, അറിയാനുള്ള കൗതുകത്തിന് വേണ്ടി മാത്രം പോയതാണ്. അല്ലാണ്ട് അവിടുത്തെ ഓർഡേഴ്സ് ഒന്നും എടുക്കാറില്ലല്ലേ? കാരണം ചോദിക്കാൻ വരികയായിരുന്നു, നമ്മുടെ ഒരു കൾച്ചറിൽ കീപ്പ് അപ്പ് ചെയ്ത് അവിടെ സദ്യ വിളമ്പോ അത് അവിടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ വിഭവങ്ങൾ സിസ്റ്റം? ഒരുപാട് വ്യത്യാസമുണ്ട്. വെജിറ്റേറിയൻ തന്നെയുള്ള സദ്യകൾ വളരെ ചുരുക്കമാണ്. നോൺ വെജും കൂടി ആ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ അല്ലെങ്കിൽ എനിക്ക് അതിനൊന്നും പ്ലാനില്ല. എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള രാജ്യങ്ങളിലെ, മറ്റുള്ള സ്ഥലങ്ങളിലെ, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വിഭവങ്ങൾ വെജിറ്റേറിയൻ ഐറ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടോന്നുള്ളത്. ശരി. ഇപ്പോൾ വെജിറ്റേറിയൻ തന്നെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ബിരിയാണി വെജിറ്റേറിയൻ ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. അപ്പം അത്തരം വിഭവങ്ങളൊക്കെ നമ്പൂതിരി ഓർഡർ എടുക്കാറുണ്ട് അല്ലേ? പക്ഷെ ബിരിയാണിയിൽ ഇടുന്ന ചില ഫ്ലേവേഴ്സിനൊക്കെ അങ്ങനെ ഡിഫറൻസ് കൊണ്ടുവരാമല്ലോ. കുറച്ച് ബിരിയാണിക്കകത്ത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു മറ്റ് നോൺ വെജിന്റെ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തത് കാരണം വേറെ ചോയ്ക്കുള്ള സാധ്യത. ഗ്രീൻ പീസ്, ക്യാരറ്റ്, അതൊക്കെ ചേർക്കും. ചില സ്ഥലങ്ങളിൽ അങ്ങനത്തെ ഒന്നും ചേർക്കാറില്ല. ബ്രെഡ് നമ്മൾ റോസ്റ്റ് ചേർക്കും, അതൊക്കെ ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇടാറില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു അരച്ചതാണ്. എന്തൊക്കെയായിരുന്നു ഇൻഗ്രീഡിയൻസ് എന്ന് ഓർമ്മയുണ്ടല്ലോ? പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, ചെറുജീരകം, കടുക്, തേങ്ങ. ശരിയല്ലേ? ശർക്കര കായം. 2 മെയിൻ സാധനം മറന്നുപോയി. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു മിക്സ്ചർ നമ്മളിതിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ
ആ പൊടിച്ചത് നമ്മൾ ലാസ്റ്റ് അല്ലേ ചേർക്കുള്ളൂ ഇതിനകത്ത്? എങ്ങനെയാണ്? ഇതിനകത്ത് വെള്ളം ഇത്തിരി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ വേണേൽ വെള്ളം ചേർക്കാം. വെള്ളം നമ്മൾ വളരെ നല്ല തിക്കായിട്ട് ഒഴിച്ചിരുന്നു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കാം. അപ്പോൾ വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആവു പച്ചടി ഇപ്പം നമ്മൾ ഇത് വെള്ളരിക്കാവുകൊണ്ട് ആവു പച്ചടിയായി. ഇതെല്ലാം കൂടെ ചെയ്യാം. കാരറ്റ് എടുത്തിട്ടാണെങ്കിൽ കാരറ്റ് പച്ചടി ആക്കാം. ഒക്കെ അവരുടെ സ്റ്റൈലിൽ തന്നെ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം അല്ലേ? വെജിറ്റബിൾസ് ഒക്കെ. ബീറ്റ്റൂട്ട്. പക്ഷേ അതിൻ്റെ ഈ മസാലയുടെ അരപ്പിലാണ് എൻ്റെ വ്യത്യാസം. അത് ഈ ഐറ്റംസ് എല്ലാം ചേർക്കണം. നമ്മൾ ശരിക്കും ഇവിടെ 2 പച്ചടി ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ പച്ചടി, പൈനാപ്പിൾ പച്ചടിയും പിന്നെ മത്തൻ്റെ പച്ചടിയും. അതൊക്കെ ഇത്തിരി മധുരമുള്ളതും അത്യാവശ്യം. അതെ അതെ, മത്തങ്ങ പച്ചടിക്കകത്ത് നമ്മൾ തൈര് ഒഴിച്ചിട്ടാക്കിയിരുന്നു. ഇതല്ല, ഇതിന്റെ ഈ മസാലയുടെ ഈ ഐറ്റംസ് എല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനൊരു പച്ചയ്ക്ക് അരച്ചിട്ട് നമുക്കൊരു പച്ചക്ക് പതിവില്ല. അതെ അതെ അതെ, അതൊന്ന് പരിചയപ്പെട്ടാൻ വേണ്ടി മാത്രം നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ളൂ. കാരണം നമുക്ക് വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെയാണ് നമുക്ക് നിങ്ങളെ അറിയിക്കാൻ പറ്റുമെന്നുള്ളതാണ് ശരിക്കും സദ്യവട്ടത്തിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. അപ്പോൾ ഇത്തരം വിഭവങ്ങളൊക്കെ അറിയുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ നമുക്കത് റിസൾട്ട് തിക്കായിട്ടാണോ? അപ്പൊ എങ്ങനെയാ നമുക്ക് തിക്കായിട്ട് തന്നെയാണ് വരിക. അപ്പൊ ശരിക്കും ഒന്ന് വറ്റി കൊടുക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കും. ഇത് കഴിഞ്ഞ് നമ്മളിതിന്റെ തീ കെടുത്തിട്ട് കടലപ്പരിപ്പ് വറുത്ത് പൊടിച്ചത്. അപ്പൊ അത് തീ കെടുത്തിയിട്ടുണ്ട്. നമ്മൾ പൊടിച്ചു വെച്ച കടലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒരു അവിയലിന്റെ ഒക്കെ പോലെ ഇരിക്കണോ കണ്ടിട്ട്? അവിയലിന്റെ കളറ് നമ്മളുടെ ഒരു വിഭവത്തിന്റെ കളർ. അങ്ങനെ കളർ കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഇനി കഴിക്കുമ്പോൾ ചിലപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അതിന് മുമ്പ് ചെറിയൊരു ഇടവേള. അപ്പോൾ കടുക് നല്ലോണം ചേർക്കേണ്ട ഒരു വിഭവമാണിത്. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പില ഇട്ടാൽ കഴിഞ്ഞു. വെള്ളരിക്ക പൊതുവെ അളവത്ര കണ്ടാലും വെന്ത് കഴിഞ്ഞാലൊന്നും കാണില്ല. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ പരിപാടിയിലേക്ക് കിടക്കാം. കടുക് വറക്കാം. ഇതിനൊരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ രീതിക്ക് കടുക് മലയാള വിഭവങ്ങൾക്കല്ല, അല്ലെങ്കിൽ മലയാളികളുടെ വിഭവങ്ങൾക്കല്ല കടുക് വറുക്കുന്ന വെളിച്ചെണ്ണയിലാണ്. ഇതിൽ നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ, ഇതിലേതെങ്കിലും ഒന്ന് എണ്ണയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒട്ടുമിക്ക കറികളും നല്ലെണ്ണയിലായിരിക്കും അവർ. കടുകെണ്ണയിലാണ് ചെയ്യാറുള്ളത് അല്ലേ? നല്ലെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ, വെളിച്ചെണ്ണ അവർക്ക് ഉപയോഗിക്കാതെ വളരെ കുറവാണ്. പക്ഷെ നമ്മളിവിടെ അച്ചാറുകളൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ നല്ലെണ്ണയിലായിരിക്കും കൂടുതലിടുന്നത്. അപ്പൊ നമ്പൂതിരി ആണെങ്കിൽ ഇവിടെ നല്ലെണ്ണയിലാണോ ചെയ്യാറ്? നല്ലെണ്ണയിലാണ്. വറവിടാം. കടുകും വറ്റൽമുളകും കടുക് നല്ലോണം വേണം പച്ചടിക്ക്. എപ്പോഴും കടുക് നല്ലോണം ഉണ്ട്. കടുക് പച്ചക്കടുകിൻ്റെ സ്വാദും വറുത്ത കടുകിൻ്റെ സ്വാദുമാണ് അതിൻ്റെ ബേസിക്കൽ ഫാക്ടർ. അപ്പോൾ ശരിക്കും കടുക് നല്ലോണം ചേർക്കണം. അപ്പോൾ കടുക് നല്ലോണം ചേർക്കേണ്ട ഒരു വിഭവമാണിത്. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പില ഇട്ടാൽ കഴിഞ്ഞു. കർണാടക ഹോട്ടലിൽ ചെന്ന ഒരു ഫ്ലേവറാണ്. കഴിക്കുമ്പോൾ ഏകദേശം കർണാടകയൊക്കെ എത്തിയെന്ന് തോന്നുമായിരിക്കും അല്ലേ? എത്തിയെന്ന് തോന്നുകയാവുള്ളൂ. എത്തും കേട്ടോ, തോന്നലല്ല. അപ്പോൾ ആയി നമ്മുടെ വിഭവം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പച്ചടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ നമ്മൾ പറയുന്ന ഐറ്റംസ് എല്ലാം ആദ്യം എടുത്ത് വയ്ക്കുക, നാളികേരം അരിക്കുക. ഇത് ഇപ്പോൾ നമ്മൾ ഉരുളിയിൽ വേവിക്കുന്നുണ്ട്, കുക്കറിൽ പെട്ടെന്നാവും. കാരണം ആ വേവിക്കുന്നതിന് മാത്രമേ ഒരു ചെറിയ ടൈം വരുന്നുള്ളൂ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ അതും കടലപ്പൊടി, ആ വറുത്ത് വെച്ചത് കടലപ്പൊടി അതും പൊടിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മുടെ ഇത്തിരി വെള്ളം ഒഴിച്ച് വറ്റിച്ച് കൊടുക്കുക. പാകമായാൽ കടുക് വറ കാര്യങ്ങൾ പച്ചടിയാവും. തീർച്ചയായിട്ടും. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഇതിനുള്ളിൽ കാണാൻ മാത്രമില്ല. ഓക്കെ. വെള്ളരിക്ക പൊതുവെ അളവത്ര കണ്ടാലും വെന്ത് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. കാരണം കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ വെള്ളരിക്ക എടുക്കാം. ശരിക്കും കാണുമ്പോൾ ഒക്കെ നമ്മുടെ ഇവിടെ ഇലയിൽ വിളമ്പുന്ന ഒരു വിഭവമായിട്ട് തോന്നുന്നുണ്ട്. അതെ, അങ്ങനെയാണ് വരിക. ഇലയുടെ അരികെ വിളമ്പുന്ന ഒരു വിഭവമാണ്. സ്വാദിൻ്റെ മാത്രം വ്യത്യാസം, വറവിൻ്റെ വ്യത്യാസം, അതൊക്കെ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പൊതുവെ വെജിറ്റേറിയൻ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. മറ്റ് മസാലകളൊന്നും ചേർക്കാത്തടത്തോളം കാലം സ്വാദില്ല, ജനറലായിട്ട് വരുന്ന സ്വാദുകളാണ്. കുറച്ചൊക്കെ വ്യത്യാസം വരുന്നെന്ന് മാത്രം. ടേസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ കർണാടകയിലത്തെ ആവു പച്ചടി എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നല്ല എരിവുള്ള നല്ല എരിവുണ്ട്. കേരളത്തിലെ വിഭവങ്ങളുടെ സ്വാദിനേക്കാളും അതെ അതെ, ഇവിടുത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ ഒരുവിധം നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു കടലപ്പൊടി അതിൻ്റെയൊക്കെ ഒരു വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. അപ്പോൾ ആവു പച്ചടി എങ്ങനെ ഉണ്ടാക്കുക നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇതുപോലെ പുതിയ വിശേഷവും പുതിയ വിഭവവുമായി സദ്യവട്ടത്തിൽ വീണ്ടും കാണാം.